ശിക്ഷയാണ്. മഴ എന്നത് അനുഗ്രഹമാണ്. ചിലപ്പോൾ അള്ളാഹുവിന്റെ പരീക്ഷണമായി ശിക്ഷയായിട്ടും അള്ളാഹു ഇറക്കാറുണ്ട്. എവിടെയൊക്കെ ശിക്ഷയായി എവിടെയൊക്കെ പരീക്ഷണമായി എന്ന് നിർവചിക്കാനും പറയാനും നമ്മൾ ആരുമല്ല. പക്ഷെ നമ്മൾ ഒന്ന് മനസ്സിലാക്കണം, നമ്മളൊക്കെ നിസ്സാരന്മാരാണ് എന്ന് തിരിച്ചറിയാൻ ഇതിൽ നിന്ന് നമുക്ക് പാഠം ഉൾക്കൊള്ളാൻ പറ്റണം. ഓരോ ദുരന്തങ്ങളും നമ്മുടെ മുന്നിലെത്തുമ്പോ ചില ഇബറത്തുകൾ, ചില ഗുണപാഠങ്ങൾ നമുക്ക് കിട്ടാനുണ്ട് എന്ന് നമ്മൾ അറിയണം. അതാ ഞാൻ പറഞ്ഞത്, ഗുജറാത്തിലെ നാക്കാലികൾ നടന്നു പോയത് അവിടുന്ന് രക്ഷപ്പെടുകയായിരുന്നു. പിറ്റേ ദിവസം പത്രം പറഞ്ഞു, ചാനൽ പറഞ്ഞു, കെട്ടിയിടാത്ത എല്ലാ മൃഗങ്ങളും രക്ഷപ്പെട്ടു. കയറിൽ കുടുങ്ങിക്കിടന്നവർ കയറ് പൊട്ടിക്കാൻ ശ്രമിച്ചു. കയറ് പൊട്ടിയവർ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. ഇല്ല, പൊട്ടിക്കാൻ പറ്റാതെ അവിടെ കുടുങ്ങിപ്പോയ മൃഗങ്ങൾ അതിൽ പെട്ടുപോയി. അല്ലേ? അതാ നിങ്ങൾ അത്ഭുതത്തോടു കൂടി ചിന്തിക്കുക. എന്നും വരാന്തയിൽ കിടന്നുറങ്ങുന്ന ഈ പട്ടിക്കുട്ടി, തൊഴുത്തിൽ നിൽക്കുന്ന ഈ പശു, എങ്ങനെ യജമാനൻ ഒലിച്ചുപോയ വീടിന്റെ അടയാളം പോലും ബാക്കിയില്ലാത്ത വീടിന്റെ മുറ്റത്ത് തെരച്ചിൽ നടക്കുമ്പോ ആ അടയാളങ്ങൾ ബാക്കി നിൽക്കുന്ന സ്ഥലത്ത് എങ്ങനെ വന്നു നിൽക്കുന്നു അവർ എന്ന് അത്ഭുതത്തോടു കൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആൻ മനുഷ്യനെ കുറിച്ച് പറയുന്ന ചില കാര്യങ്ങൾ ഈ സന്ദർഭത്തിൽ നമ്മൾ ഓർക്കണം. ഞാൻ ഓതി വച്ച ആയത്തിൽ അല്ലാഹു പറയുന്നത്, ഖുലിഖൽ ഇൻസാനു ലഈഫ, മനുഷ്യൻ വളരെ ബലഹീനനാണ്. മനുഷ്യരെ നമുക്ക് തോന്നുകയാണ് എന്റെ കയ്യിൽ പലതുമുണ്ട്, കൊട്ടാരമുണ്ട്, വീടുണ്ട്, ജോലിയുണ്ട്, വലിയ സാലറിയുണ്ട്, ആസ്തിയുണ്ട്, പലതുമുണ്ട്. പക്ഷെ നീ ദുർബലനാണ്. ഒലിച്ചു പോയിക്കൊണ്ടിരിക്കുന്നവരെ ഒന്ന് ഞാനും നിങ്ങളും രക്ഷപ്പെടുത്താമെന്ന് വിചാരിച്ചാലും ഒരുപക്ഷെ റബ്ബിന്റെ തീരുമാനം അതിനപ്പുറമാണെങ്കിൽ രക്ഷപ്പെടുത്താൻ ചെന്നവനെയും കൊണ്ട് ആ ഒഴുക്ക് നീങ്ങുകയാണ്. അല്ലേ? അത്ഭുതകരമായി ഒരു മനുഷ്യന്റെ കരുത്ത് മാത്രം പുറത്ത് കണ്ട് മണിക്കൂറുകൾ മണ്ണിനടിയിൽ കിടന്ന് രക്ഷാപ്രവർത്തകന്മാരെ ദൂരെ നിന്ന് കാണുമ്പോ അനക്കാൻ ഉയർത്താൻ പറ്റാത്ത കൈകൊണ്ട്, ശബ്ദമിടാൻ പറ്റാതെ തൊണ്ട ഇടറിപ്പോയിട്ടും അവർ കേൾക്കുമാറ് ബഹളമുണ്ടാക്കി തന്റെ വിരലുകൾ അനക്കി അവിടെ ശ്രദ്ധ കൊണ്ടുവന്ന് ആ മനുഷ്യനെ ആ മണ്ണിൽ നിന്ന് വലിച്ചൂരുന്ന രംഗം, പ്രിയപ്പെട്ടവരെങ്ങനെ അള്ളാഹു ചിലത് നിശ്ചയിച്ചിട്ടുണ്ട്. അല്ലേ? ചിലത് പഠിക്കാൻ നമുക്കുണ്ട്. അള്ളാഹു താല മറ്റൊരു സ്ഥലത്ത് പറഞ്ഞെന്താ അറിയോ? യാ യുഹന്നാസ്, ഓ മനുഷ്യരെ, അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിന്റെ അടുക്കലേക്ക് ഓരോ മനുഷ്യരും ആലോചിക്കേണ്ടത്, നിങ്ങൾ ദുർബലരാണ്, നിങ്ങൾ ആശ്രിതന്മാരാണ് അള്ളാഹുവിന്റെ മുമ്പിൽ. വല്ലാഹു ഹുവൽ ഗനിയുൽ ഹമീദ്, അള്ളാഹുവാണ് ഗനിയ്, ഒരാളെയും ആശ്രയിക്കേണ്ട ആവശ്യമില്ലാത്തവൻ അള്ളാഹുവാണ്. നമ്മളോ എല്ലാവരും മനുഷ്യരൊക്കെ പലരെയും ആശ്രയിക്കേണ്ടവരാണ്. എൻ്റെ കൈ ഒന്ന് പിടിക്കൂ എന്ന് ഇന്ന് വരെ പറയാത്തവർ എന്നെ ഒന്ന് പിടിക്കൂ, എന്നെ ഒന്ന് കൊണ്ടുപോകൂ എന്ന് പറയേണ്ടി വരും. മനുഷ്യരെങ്ങനെയാണ്? അല്ലാഹു തആല ഒരാളുടെയും ആശ്രയം ആവശ്യമില്ലാത്തവനാണ്. എന്നാൽ ഈ അപകടങ്ങൾ ലോകത്ത് നടന്നതൊക്കെ പരീക്ഷണം നടത്തി നോക്കൂ, പരിശോധിച്ചു നോക്കൂ, അത് വായിച്ചു നോക്കൂ, ചരിത്രങ്ങളെ താളുകളെ പിറകിലേക്ക് മറിച്ചു നോക്കൂ. അധികവും മനുഷ്യർ ഉറങ്ങിക്കിടക്കുന്ന സമയത്താണ്. എന്തിനാ ഈ മനുഷ്യർ ഉറങ്ങിക്കിടക്കുന്ന സമയം? മനുഷ്യരുടെ മേലെയാണ് അള്ളാഹു പരീക്ഷണം കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. നാക്കാലികൾ അവർ ചിന്തിക്കാൻ കഴിവില്ലാത്തവരാണ്, അവരാലോചിക്കാൻ കഴിവില്ലാത്തവരാണ്, കാലത്തിനനുസരിച്ച് മാറ്റം വരുത്താൻ കഴിവില്ലാത്തവരാണ്. മനുഷ്യരെ, നമുക്കാണ് അല്ലാഹു ബുദ്ധി നൽകിയത്, ചിന്താശക്തി നൽകിയത്. ഖുർആനിൽ മനുഷ്യരെ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്ന് 200-ലധികം സ്ഥലത്ത് ചോദിച്ചത് നാക്കാലികളോടല്ല. അഫലാ യതദബ്ബറൂൻ എന്ന് ചോദിച്ചത്, അഫലാ തഅഖിലൂൻ എന്ന് ചോദിച്ചത് നാക്കാലികളോടല്ല. ആകാശത്തിന്റെ മേലാപ്പിൽ പാറി നടക്കുന്ന പക്ഷികളോടല്ല, വെള്ളത്തിന്റെ ആഴിയിൽ ഊളിയിട്ട് പോകുന്ന മത്സ്യങ്ങളോടും ജീവജാലങ്ങളോടുമല്ല, മറിച്ച് ഇവരെയെല്ലാം നിയന്ത്രിച്ച് ഈ ഭൂമിയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യരോടാണ് നിങ്ങൾ ചിന്തിക്കുന്നവരല്ലേ, ആലോചിക്കുന്നവരല്ലേ എന്ന് അള്ളാഹുവിന്റെ ഖുർആൻ ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ശിക്ഷയും പരീക്ഷണങ്ങളും ഒക്കെ ഇറങ്ങുമ്പോ അള്ളാഹു തആല ഖുർആനിൽ ചില പ്രയോഗങ്ങൾ നടത്തിയിട്ടുണ്ട്. സൂക്ഷ്മത പാലിച്ചവർ, അള്ളാഹുവിനെ പേടിച്ച് ജീവിച്ചവർ, അവർക്ക് അള്ളാഹു ചില ബറക്കാത്തുകൾ ഇറക്കി കൊടുക്കും. അത് കഴിഞ്ഞിട്ട് അതിന്റെ തുടർച്ചയായി ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. വലൗ അന്ന അഹ്ലൽ ഖുറാ, ഒരു ഗ്രാമത്തിലെ മനുഷ്യർ, ഒരു നാട്ടിലെ മനുഷ്യർ, ആളുകൾ, ആമാനു, അവർ അള്ളാഹുവിൽ വിശ്വസിച്ചു, വത്തഖൗ, അവർ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചു, ലഫതഹ്നാ അലൈഹിം, അവരുടെ മേൽ നാം ഇറക്കി കൊടുക്കും, ബറകാത്തിൻ മിനസ് സമാഇ വൽ അർദ്, ആകാശങ്ങളിൽ നിന്ന് ഭൂമിയിൽ നിന്ന്
അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ അള്ളാഹു തആല അവർക്ക് മേൽ ഇറക്കി കൊടുക്കും. അള്ളാഹ് സാധാരണഗതിയിൽ മനുഷ്യർക്ക് ഇങ്ങനെ അനുഗ്രഹം കൊടുക്കാൻ ഏറെ ആഗ്രഹിക്കുന്നവനാണ് അള്ളാഹ്. പക്ഷെ മനുഷ്യന്റെ ദുഷ്കർമ്മങ്ങൾ, മനുഷ്യന്റെ ദുഷ്ചെയ്തികൾ, മനുഷ്യന്റെ ദുഷ്ചിന്തകൾ, മനുഷ്യൻ അള്ളാഹുവിനെ ധിക്കരിച്ച് നടന്നു പോകുന്നത്, ഇതേ എവിടെയാണ് അപകടം സംഭവിച്ചത്? അതിൽ എല്ലാവരും മോശപ്പെട്ടവരാകണമെന്നില്ല. വലിയൊരു ജനക്കൂട്ടം നല്ലവരാകാം. പക്ഷേ ഒരു സ്ഥലത്ത് ശിക്ഷ ഇറക്കുമ്പോ അതിൽ നല്ലവരും ചീത്തയാളുകളും എല്ലാവരും ഉൾപ്പെടും. അങ്ങനെയാണ് പരീക്ഷണങ്ങൾ ഉണ്ടാവാറുള്ളത്. ഇന്ന സ്ഥലത്ത് നടന്നത് അള്ളാഹുവിന്റെ ശിക്ഷയാണ് എന്ന് പറയാൻ നമുക്ക് അധികാരമില്ല. അള്ളാഹു അവരിൽ മരണപ്പെട്ടവർക്ക് ഷഹീദിന്റെ പദവി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ കുരുന്ന മക്കൾക്ക് അള്ളാഹു സ്വർഗം നൽകും. അള്ളാഹു അവരെ ഉന്നതമായ സ്ഥാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് അള്ളാഹു സ്വാന്തനം നൽകുമാറാകട്ടെ, ആശ്വാസം നൽകുമാറാകട്ടെ. പിടിച്ചു നിൽക്കാനുള്ള ഹൃദയത്തിന്റെ കേൾപ്പ് നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥിക്കേണ്ടവരാണ് നമ്മള്. അള്ളാഹുവിനെ വിശ്വസിക്കുകയും സൂക്ഷ്മത പാലിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു ബറക്കാത്തുകൾ ചൊരിഞ്ഞു കൊടുക്കും. വലാകിൻ കദ്ദബു, പക്ഷേ ചില ആളുകൾ കളവാക്കുകയാണ് പതിവ്. ചില ആളുകൾ അള്ളാഹുവിനെ ധിക്കരിക്കുകയാണ് സ്വഭാവം. അപ്പോ അല്ലാഹു പറയുക ഫഅഖദിനാഹും ബിമാ കാനൂ യക്സിബൂൻ, അവർ ചെയ്തത് നിമിത്തം നാം അവരെ ഒരു പിടുത്തം പിടിക്കുന്നതാണ്. അത് ലോകത്തിന്റെ നാനാഭാഗത്തുണ്ടായിട്ടുണ്ട്, ഇല്ലേ പ്രിയപ്പെട്ടവരെ? ഇത് ലോകത്ത് എത്രയോ സംഭവങ്ങൾ കടന്നുപോയിട്ടുണ്ട്. നമ്മളത് പഠിച്ചാൽ മനസ്സിലാക്കിയാൽ ആ കാര്യം കൂടുതൽ നമ്മുടെ ഹൃദയത്തിലേക്ക്, നമ്മുടെ ഓർമ്മയിലേക്ക് കടന്നു വരും. എന്നിട്ടല്ല പറയാ അഫ അമിന അഹ്ലുൽ ഖുറാ, അഫ അമിന, നോക്കൂ നിങ്ങള്, നിർഭയരായി നിൽക്കുകയാണോ ഒരു നാട്ടിലെ മനുഷ്യരിങ്ങനെ? ഇതൊന്നും ഒരു പ്രശ്നമല്ല എന്ന രൂപത്തിൽ നിർഭയത്വത്തോടു കൂടി നിൽക്കുകയാണോ? ഏതിനെ തൊട്ട്? ഉറങ്ങിക്കിടക്കുമ്പോ, കണ്ടോ, ഉറങ്ങിക്കിടക്കുമ്പോ. എവിടെ? ഗുജറാത്തിൽ എന്താ ഉണ്ടായത്? ആ ലോകത്തിന്റെ നാനാഭാഗത്തുണ്ടായ സമയം ഒന്ന് പരിശോധിച്ച് നോക്ക് നിങ്ങൾ. ഏത് ഉത്സവത്തിന് പോയവരും ഏത് എക്സ്ട്രാ ഡ്യൂട്ടി ചെയ്യുന്നവരും ഒരു 12 മണിക്കൊക്കെ തിരിച്ചു വന്നു വീട്ടിൽ. 1 മണിക്കൊക്കെ അവർ ഉറങ്ങാൻ തുടങ്ങി. 2 മണിക്ക്, 2:30ക്ക്, 2:45, 3 മണിക്ക്. ഈ സന്ദർഭങ്ങളിലൊക്കെയാണ് പല ഭാഗത്തും ലോകത്തിന്റെ നാനാഭാഗത്ത് പരീക്ഷണങ്ങൾ ഇറങ്ങിയത്. അല്ലാഹു ഖുർആനിൽ പറയുന്നതോ അഫ അമിന അഹ്ലുൽ ഖുറാ അൻ യഅതിയഹും ബഅസുനാ ബയാതൻ വഹും നായിമുൻ, അവർ ഉറങ്ങിക്കിടക്കുമ്പോ അവർ അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള ശിക്ഷകളും പരീക്ഷകളും വരുന്നതിനെ കുറിച്ച്, പടച്ചവന്റെ ശിക്ഷ പിടികൂടുന്നതിനെ കുറിച്ച് അവർ പേടിയില്ലാതെ ഇരിക്കുകയാണോ? നിർഭയരായിരിക്കുകയാണോ? മുണ്ടക്കയിൽ നിന്നും ചൂരൽമലയിൽ നിന്നും ഒലിച്ചുപോയി വെള്ളത്തിൽ പ്രിയപ്പെട്ടവരകപ്പെട്ട് ഈ നാട്ടിൽ നിന്ന്, നമ്മുടെ ഇടയിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ, മർഹമത്ത് നൽകുമാറാകട്ടെ, ഷഹീദിന്റെ പദവി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉറങ്ങുന്നത് വരെ തന്റെ മൊബൈൽ ഫോണിൽ വൃത്തികെട്ട സൈറ്റിലൂടെ കടന്നുപോയി ഉറക്കം വന്ന് നെഞ്ചിലേക്ക് ആ ഫോണും ചേർത്ത് പിടിച്ച് അങ്ങനെയാണ് ഒരാൾ മരണപ്പെട്ടതെങ്കിൽ അയാൾക്ക് ഷഹീദിന്റെ കൂലി പോയിട്ട് നല്ലൊരു മരണം കിട്ടി എന്ന് പറയാനാകുമോ? ആകുമോ പ്രിയപ്പെട്ടവരെ? വ്യഭിചാരത്തിന്റെ മായാലോകത്ത് അന്ന് രാത്രി അകപ്പെട്ടവർ, പ്രിയപ്പെട്ടവരെ, അവർക്ക് അള്ളാഹുവിന്റെ ബറക്കാത്തും അള്ളാഹുവിന്റെ പ്രതിഫലവും പരലോകരക്ഷയും കിട്ടുമെന്ന് പറയാൻ നമുക്കാകുമോ പ്രിയപ്പെട്ടവരെ? അതുകൊണ്ട് യുവാക്കളെ, യുവതികളെ, ജുമുഅ ഖുത്ബയിൽ പങ്കെടുക്കുന്നവരെ, ഏത് സന്ദർഭത്തിലും നമ്മൾ വിചാരിക്കാത്തതിനപ്പുറമായി നമ്മെ തേടി വരുന്ന അപകടങ്ങളും മരണങ്ങളും പരീക്ഷണങ്ങളുമൊക്കെ നാം വിചാരിക്കുന്ന റൂട്ടിലല്ല കടന്നു വരിക. ഏത് സമയത്തും എനിക്ക് തിരിച്ചു പോവേണ്ടി വരുമെന്ന ബോധത്തോടു കൂടിയാണ് ഏത് രാത്രിയും നമ്മൾ കടിച്ചു കൂട്ടേണ്ടത്. ആ ഒരു ബോധം നമുക്കിതിൽ നിന്ന് കിട്ടണം. അതല്ല അവിടെ പറഞ്ഞത്. നിങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോ നിങ്ങളെ ശിക്ഷ പിടികൂടുകയില്ല എന്ന് നിങ്ങൾക്ക് ഒരു പേടിയില്ലാതെ നിങ്ങൾക്ക് കിടക്കാൻ തോന്നുന്നുണ്ടോ? നിർഭയരായിരിക്കുകയാണോ? അവ അമിന അഹ്ലുൽ ഖുറാ അൻ യഅതിയഹും ബഅസുനാ ളുഹം വഹും യൽഅബൂൻ, അല്ല നിങ്ങൾ ഇങ്ങനെ കളിച്ച് രസിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നിങ്ങളെ ശിക്ഷ പിടികൂടുകയില്ല എന്ന ഒരു ഭയമില്ലായ്മ, ഒരു പേടിയില്ലായ്മ, ഒരു നിർഭയത്വം നിങ്ങൾക്ക് വരുന്നുണ്ടോ എന്നുള്ള ചോദിച്ചിട്ട് ആയത്ത് അവസാനിപ്പിക്കുന്ന എങ്ങനെ അറിയോ? അഫ അമിനു മക്റല്ലാഹ്, അല്ലാഹുവിന്റെ തന്ത്രത്തെ തൊട്ട്, അല്ലാഹുവിന്റെ മക്റിനെ തൊട്ട് നിങ്ങൾ നിർഭയരായിരിക്കുകയാണോ? ഫലാ യഅ്മനു മക്റല്ലാഹ് ഇല്ലൽ ഖൗമുൽ ഖാസിറൂൻ, നഷ്ടകാരികളല്ലാത്ത മനുഷ്യന്മാർ,
നഷ്ടകാരികളല്ലാത്തവർ എന്ന് പറഞ്ഞാൽ നഷ്ടം സംഭവിക്കാനിരിക്കുന്നവരല്ലാതെ ഒരിക്കലും അള്ളാഹുവിന്റെ തന്ത്രത്തെ തൊട്ട് നിർഭയത്വം അവർക്ക് വരില്ല. പേടിയില്ലാതെ ഇരിക്കാൻ അവർക്ക് കഴിയില്ല. ഏത് രാത്രിയും ഉറങ്ങുന്ന സമയത്തും കളിക്കുന്ന സമയത്തും യാത്രയിലും ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബെന്നെ തിരിച്ചു വിളിക്കാമെന്ന പേടിയും എല്ലാം കാണുന്നവൻ എന്റെ റബ്ബാണ് എന്ന ബോധവും ഏത് സമയത്തും എന്നെ നിരീക്ഷിക്കാൻ കഴിവുള്ളവനാണ് അവനെന്നും എന്റെ ഹൃദയത്തിന്റെ തുടിപ്പും മിടിപ്പും അറിയുന്നവനാണ് അവനെന്നും ഈ ബോധത്തിൽ ജീവിക്കേണ്ടവനാണ് മുസൽമാൻ എന്ന് അള്ളാഹുവിന്റെ ഖുർആൻ നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. മാത്രമല്ല അള്ളാഹു പറയുകയാ, വഖതഅനാഹും ഫിൽ അർളി ഉമമ, നാം ഭൂമിയിൽ മനുഷ്യരെ ഇങ്ങനെ വേർതിരിച്ചു നിർത്തിയിരിക്കുകയാണ്, പല ടീമുകളായി നിർത്തിയിരിക്കുകയാണ്. പല ഭാഗത്തും പല രൂപത്തിലുള്ള ആളുകളാണ്, പല വിശ്വാസക്കാരാണ്, പല സ്വഭാവക്കാരാണ്, പല പെരുമാറ്റക്കാരാണ്. മിൻഹുമുസ് സ്വാലിഹൂൻ, അവരിൽ അല്ലാഹു തആല പറയാ അവരിൽ നല്ലവരുണ്ടാകും. വമിൻഹും ദൂന ദാലിക്, നല്ലവരിന് താഴെ നിൽക്കുന്നവരുമുണ്ടാകും. ആ നല്ലവരുമുണ്ടാകും, നല്ലവർക്ക് താഴെ നിൽക്കുന്നവരുമുണ്ടാകും, നല്ലവരല്ലാത്തവരുമുണ്ടാകും. അപ്പോൾ ഒരു നാടിൽ പരീക്ഷണം ഇറങ്ങുക എന്ന് പറഞ്ഞാൽ ആ പരീക്ഷണത്തിൽ എല്ലാം മോശപ്പെട്ടവരാണ് എന്നർത്ഥത്തിൽ ആരും മനസ്സിലാക്കേണ്ടതില്ല. അവരിൽ നല്ലവരുണ്ടാകും, അവരിൽ നല്ലവരല്ലാത്തവരുമുണ്ടാകും. പക്ഷെ ഒരു നാടിനുള്ള പരീക്ഷണത്തിൽ അകപ്പെടുത്തുമ്പോ എല്ലാവരും അതിൽ പെട്ടുപോകുമെന്ന ബോധമുണ്ടാകണം. ഒരു സമൂഹത്തെ ഒന്നിച്ച് ബാധിക്കുന്ന വിധത്തിലാണ് അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ നമ്മുടെ മുന്നിലേക്ക് കടന്നു വരിക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു പറയാ, നാം അവരെ പരീക്ഷിക്കുന്നത് ബിൽ ഹസനാതി വസ്സയ്യിആത്ത്, നന്മ കൊണ്ടും നാം അവരെ പരീക്ഷിക്കും. നമ്മൾ ഈ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ഇങ്ങനെ ഓർക്കും, ആ ഉമ്മമാരുടെ കരച്ചിൽ നമ്മൾ കേൾക്കും, അവരുടെ കണ്ണുനീരിങ്ങനെ ഒലിച്ചിറങ്ങുന്നത്, കരയാൻ പോലും തന്റെ ചുണ്ടുകൾ അനക്കാൻ പറ്റാതെ, അതേ കണ്ണുനീര് കരഞ്ഞു കരഞ്ഞു വറ്റി, ഇനി കരയുമ്പോ കണ്ണുനീർ ഒലിച്ചിറങ്ങാനില്ലാത്ത വിധം പ്രയാസത്തിന്റെ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുന്ന മനുഷ്യന്മാർ ശരിക്ക് ചിന്തിക്കണേ, ഇത് റബ്ബിന്റെ പരീക്ഷണമാണ്. അല്ലാഹു തന്നെ പറയാ, വബലൗനാഹും ബിൽ ഹസനാതി വസ്സയ്യിആത്ത്, നന്മ കൊണ്ടും നാം അവരെ പരീക്ഷിക്കും, തിന്മ കൊണ്ടും നാം അവരെ പരീക്ഷിക്കും. ഇങ്ങനെയുള്ള ചില ശിക്ഷകളും പരീക്ഷണങ്ങളും വരുമ്പോ എല്ലാവരും ഉണരും. നന്മ കൊണ്ട് പരീക്ഷിക്കുമ്പോ ആരും ഉണരാതെ പോകുന്നു. ഇതാ പ്രയാസത്തിലായിരുന്നു ഈ നാട് മുഴുവനും, കഷ്ടപ്പാടിൽ നിന്ന് മാറി, അതേ ദുരിതങ്ങളിൽ നിന്ന് മാറി, പ്രയാസങ്ങളിൽ നിന്ന് മാറി, ഇടയ്ക്കെവിടെയോ ഒരു തടയുന്ന വറ്റും മാത്രമായി കഞ്ഞി കുടിച്ച കാലം മറന്ന് അല്പമൊന്ന് ഉഷാറായി വരുമ്പോഴേക്ക് അള്ളാഹുവിനെ മറക്കുന്ന, നമസ്കാരം മറന്നു പോകുന്ന, പള്ളി മറന്നു പോകുന്ന, സാധുക്കളെയും പാവങ്ങളെയും മറന്നു പോകുന്ന ഈ സ്വഭാവം മനുഷ്യർക്കുണ്ടാകാം. നിനക്ക് പണം തന്നു പരീക്ഷിക്കാം, ജോലി തന്നു പരീക്ഷിക്കാം, ആസ്തിയും സമ്പത്തും തന്നു പരീക്ഷിക്കാം, ധാരാളമായി സ്വത്ത് തന്നു പരീക്ഷിക്കാം. ഇതൊക്കെ കണ്ടിട്ടും പ്രിയപ്പെട്ടവരെ നമ്മുടെ മനസ്സ് പാകപ്പെടുന്നുണ്ടോ? ഇങ്ങനൊരു ദുരന്തം മാധ്യമാണോ? ഇതിനു മുമ്പും ഉണ്ടായിട്ടില്ലേ? എന്നിട്ട് പിശുക്കത്തരത്തിൽ നിന്ന് മാറാൻ കഴിഞ്ഞിട്ടുണ്ടോ? ലുബ്ധതയിൽ നിന്ന് മാറാൻ കഴിഞ്ഞിട്ടുണ്ടോ? കൈനീട്ടി വരുന്നവരോട് മാന്യമായി പെരുമാറാൻ കഴിഞ്ഞിട്ടുണ്ടോ? പാവപ്പെട്ടവർ വേദനിക്കുന്നു എന്നറിയുമ്പോ ആരും നമ്മുടെ മുമ്പിൽ പറഞ്ഞ് ബോധ്യപ്പെടുത്താതെ മനസ്സുകൊണ്ട് നീയത്ത് വെക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇന്ന് എനിക്ക് തന്ന റബ്ബ് ഇതേ റബ്ബാണ്. അവിടെ വീടും അവിടെ സ്വത്തും അവിടെ ആസ്തിയും സർവ്വതും ഒന്നുപോലും തിരിച്ചു കിട്ടാത്ത വിധത്തിൽ മണ്ണിലേക്ക് ചേർത്തിക്കളഞ്ഞത് അതേ റബ്ബാണ് എനിക്ക് തന്നത്. എന്റെ ഭൂമി തന്നത്, എന്റെ മണ്ണ് തന്നത്, എന്റെ ആസ്തി തന്നത്. എന്നിൽ നിന്നും തിരിച്ചു വിളിക്കാൻ സെക്കൻഡുകൾ മതി അല്ലാഹുവിനെ എന്ന ബോധം പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടായിട്ടുണ്ടോ? അതൊക്കെയാണ് കിട്ടേണ്ട ഗുണപാഠം, അതൊക്കെയാണ് നമുക്ക് കിട്ടേണ്ടത്. അല്ലാഹു തആല ഖുർആനിൽ തന്നെ പറഞ്ഞു, നിങ്ങളെ പരീക്ഷിക്കുന്ന രീതി വലനബ്ലുവന്നക്കും, നമുക്കറിയുന്ന ആയത്താ, വലനബ്ലുവന്നക്കും ബിശൈഇൻ മിനൽ ഖൗഫ് വൽ ജൂഅ് വനഖ്സിൻ മിനൽ അംവാൽ. കണ്ടോ, സമ്പത്തിന്റെ കുറവ് കൊണ്ട് നാം നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും, പട്ടിണി കൊണ്ട് നാം നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും, പേടി കൊണ്ട് നാം നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. അവരോടൊന്ന് ചോദിച്ചു നോക്ക്, ആ പേടിച്ചു വിറച്ച ആളുകളോട് എനിക്കൊന്നും പറയാനില്ല, എനിക്കിതേ ഓർമ്മ
ഓർമ്മയുള്ളൂ, ഒരു സൗണ്ട് കേട്ടതേ ഓർമ്മയുള്ളൂ. അതിന്റെ പേടി നടുക്കം എന്നിൽ നിന്ന് മാറിയിട്ടില്ല. പേടി കൊണ്ട് നമ്മൾ അല്ലാഹു പരീക്ഷിക്കും, വിശപ്പ് കൊണ്ട് അല്ലാഹു പരീക്ഷിക്കും. ഓരോ പ്രിയപ്പെട്ടവരെ, സമ്പത്തിന്റെ കുറവ് കൊണ്ടും അതേ വല്ലംഫുസി ആളുകളുടെ മരണം കൊണ്ടും നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ആളുകളെ കുറച്ചുകൊണ്ടുമൊക്കെ അല്ലാഹു പരീക്ഷിക്കും. വസമറാത്ത് കായ്ക്കനികൾ കിട്ടാതെ അല്ലാഹു തആല പരീക്ഷിക്കും. അപ്പൊ നബിയേ, സന്തോഷ വാർത്ത അറിയിക്കണേ. ക്ഷമിക്കുന്നവർക്ക് സന്തോഷ വാർത്ത അറിയിക്കണേ. അല്ലാഹു പറയാ, മനുഷ്യരുടെ മുമ്പിലേക്ക് പരീക്ഷണം വരുമ്പോ, ചില വീഡിയോ ഇങ്ങനെ കാണുമ്പോ ചില ആളുകൾ എൻ്റെ ഉമ്മ പോയി, എൻ്റെ വാപ്പ പോയി, എന്താ അള്ളാഹ്ക്ക് പറ്റിയത്? പറയരുത്. ഇല്ല സുഹൃത്തുക്കളെ, എന്ത് പറ്റി അള്ളാഹ്ക്ക്? ഞങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. എൻ്റെ ഉമ്മാൻ എന്തിനാ കൊണ്ടുപോയത്? എൻ്റെ വാപ്പാൻ എന്തിനാ കൊണ്ടുപോയത്? എന്നെയും കൂടി തിരിച്ചു വിളിച്ചുകൂടായിരുന്നോ? സങ്കടം കൊണ്ട് പറഞ്ഞു പോവാണ്. അതെ, ആശ്വാസമാകുമ്പോൾ അവരെ ഇരുത്തി സമാധാനത്തിൽ പറഞ്ഞു കൊടുക്കണം. കാലത്തെയും അള്ളാഹുവിനെയും ഒന്നും കുറ്റപ്പെടുത്താൻ പാടില്ല. പരീക്ഷണങ്ങൾ മനുഷ്യ ജീവിതത്തിൽ വരേണ്ടതാണ്. അത് ഇന്നല്ലെങ്കിൽ നാളെ ഓരോരുത്തരും ഓരോ പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകേണ്ടവരാണ്. അങ്ങനെ വരുമ്പോ അല്ലദീന ഇദാ അസ്വാബത്തുഹും മുസീബ, ആപത്ത് ബാധിച്ചു കഴിഞ്ഞാൽ ഖാലു, വിശ്വാസികളായ ആളുകൾ പറയുന്നത് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയണം എന്നതാണ് അല്ലാഹു തആലയുടെ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് മുഅ്മിനിന്റെ കാര്യം അത്ഭുതമാണെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത്. അജബൽ ലി അംറിൽ മുഅ്മിൻ, ഒരു മുഅ്മിനിന്റെ കാര്യം അത്ഭുതമാണ്. എന്താ അത്ഭുതമാകാൻ കാരണം? ഇന്ന അംറഹു കുല്ലഹ്, അവന്റെ എല്ലാ കാര്യങ്ങളും, അല്ലേ, എല്ലാ കാര്യങ്ങളും ലഹു ഖൈർ, അവന് നന്മയാണ്. ഓന്റെ ഉമ്മ മരിച്ചു, ഓന്റെ ഉപ്പ മരിച്ചു, ഓന്റെ മോൻ മരിച്ചു, ഓന്റെ ഏറ്റവും വേണ്ടപ്പെട്ടവർ മരിച്ചു, ഇതുവരെ സമ്പാദിച്ചു വെച്ചത് മുഴുവനും നഷ്ടമായി. എല്ലാ മനുഷ്യരെ വിശ്വാസികൾ എന്ന നിലക്ക് അതെനിക്കൊരു ഖൈറുണ്ടാകുമെന്ന നിലക്ക് ചിന്തിക്കാനും ആലോചിക്കാനും കഴിയണം. എന്താ കാരണം? അള്ളാഹുവിന്റെ പ്രവാചകൻ പറയാ, ഒരു വിശ്വാസിക്ക് ഒരു സന്തോഷമുണ്ടായാൽ ശക്കറ, അവൻ അള്ളാഹുവിന് നന്ദി കാണിച്ചു, അതവന് ഖൈറാണ്. ഒരു വിശ്വാസിക്ക് ആപത്ത് വന്നു, അപ്പോൾ അവൻ അള്ളാഹുവിന്റെ മുമ്പിൽ ക്ഷമിച്ചു, സബറ, അതും അവന് ഖൈറാണ് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ. വലൈസ ദാലിക ലിഅഹദിൻ ഇല്ലാ ലിൽ മുഅ്മിൻ, ഇത് മുഅ്മിനല്ലാതെ മറ്റാർക്കുമില്ല. ഇത് മുഅ്മിനല്ലാതെ മറ്റാർക്കുമില്ല. ദുരന്തമല്ലാതെ മെഡിക്കൽ കോളേജിൽ നിന്ന് ഡോക്ടറായി ഇറങ്ങുന്ന സമയം നിങ്ങളൊക്കെ വായിച്ചിരുന്നു വാർത്ത. ഒരു സഹോദരൻ മരിച്ചു, തളർന്നു വീണ് മരിച്ചു. ആ സഹോദരൻ്റെ അച്ഛൻ, എന്തിന് ഞാൻ പഠിപ്പിച്ചുവനെ, എന്തിന് ഞാൻ ക്യാഷ് മുടക്കിയവനെ, എന്തിന് ഞാൻ ഹോസ്റ്റൽ ഫീ അടച്ചു, എന്തി പ്രതീക്ഷയിലാണ് ഞാൻ എൻ്റെ മോനെ വളർത്തിയത്, ഇനി എനിക്ക് എന്ത് കിട്ടും, എവിടുന്ന് കാണും ഞാൻ അവനെ? അയാൾക്ക് പരലോക വിശ്വാസമില്ല, മറിച്ച് പരലോകത്തിൽ വിശ്വസിക്കുന്ന ഒരാളുടെ മോനാണ്. അവൻ ഡോക്ടറായി പുറത്തിറങ്ങുന്ന ചടങ്ങിൽ വെച്ച് തളർന്നു വീണ് മരിച്ചതെങ്കിലും ഇതിലൊരു ഖൈറുണ്ടാകും. ഇതുവരെ ഞാൻ അവനെ വളർത്തിയത് ഏറ്റവും നല്ല മാർഗത്തിലാ, അവന്റെ നമസ്കാരവും അവന്റെ ദീനീ പ്രവർത്തനങ്ങളും നേരെയായിരുന്നു. പരലോകത്ത് എനിക്ക് രണ്ടാമത് അവന്റെ കൂടെ ചേരാൻ സാധിക്കുമെന്ന വിശ്വാസവും സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയും അതേ ആ മനുഷ്യന്റെ മനസ്സിനെ ആ ക്ഷമയുടെ വർത്തമാനങ്ങൾ പറയാതെ ക്ഷമയുടെ വാക്കുകൾ പറയാൻ പിടിച്ചു നിർത്തും. അതാ പറഞ്ഞത്, വലൈസ ദാലിക ലിഅഹദിൻ ഇല്ലാ ലിൽ മുഅ്മിൻ, മുഅ്മിനല്ലാതെ ഇതാർക്കാണ്? വേറൊരാൾക്ക്, ഏത് മനുഷ്യന് കിട്ടാനാ? എല്ലാം ഖൈറായി മാറാൻ. ഇൻ അസ്വാബത്തുഹു സറാ, ഒരു മനുഷ്യന് സന്തോഷം വന്നാൽ ശക്കറ, അവൻ അള്ളാനെ സ്തുതിച്ചു. കിട്ടാത്ത ഒരു സൗഭാഗ്യം നമുക്ക് കിട്ടി, പടച്ചോനെ നിനക്ക് സ്തുതി, അല്ലാഹുവേ നിനക്ക് സ്തുതി. ഫകാന ഖൈറൻ ലഹു, അതവന് നന്മയാണ്. വ ഇൻ അസാബത്തുഹു ലറാ, അവൻ ആപത്താണ് വന്നത്, ബുദ്ധിമുട്ടാണ് വന്നത്, പ്രതീക്ഷകളെ മുഴുവനും തകർത്തെറിഞ്ഞതാണ് വന്നത്. സബറ, അവൻ ക്ഷമിച്ചു. ഫകാന ഖൈറൻ ലഹു, അതും അവന് ഖൈറാണ് എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുക. ഇനി രണ്ട് കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സഹാബത്ത് നമ്മളെ പഠിപ്പിക്കുക. ഈ ഖുത്ബയിൽ ഓർക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. കാന ഫിൽ അർളി അമാനാനി, ഈ ഭൂമിയിൽ രണ്ട് അമാനത്തുകളുണ്ട് കേട്ടോ. ഈ ഭൂമിയിൽ രണ്ട് രക്ഷാമാർഗങ്ങൾ നമുക്കുണ്ട്, സുരക്ഷിത മാർഗങ്ങളുണ്ട്. മിൻ അദാബില്ല, അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ രണ്ട് പ്രത്യേക മാർഗങ്ങളുണ്ട്, രണ്ട് സുരക്ഷിത മാർഗങ്ങളുണ്ട്. അതേതാറിയോ? ആ രണ്ട് മാർഗങ്ങൾ എന്താണ് എന്ന് പഠിപ്പിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഫറുഫിഅ അഹദുഹുമാ
ഫറുഫിയ അഹദുഹുമാ, ആ രണ്ടിൽ ഒന്ന് ഉയർത്തപ്പെട്ടു. ആ രണ്ടെണ്ണത്തിൽ ഇനി ഒന്നേ ബാക്കിയുള്ളൂ. ഒന്ന് അല്ലാഹു തആല ഉയർത്തിക്കഴിഞ്ഞു. എന്നിട്ട് ആ വിഷയത്തെ വിശദീകരിച്ചിട്ട് പറഞ്ഞു ഫദൂനകുമുൽ ആഖർ, രണ്ടിൽ ഒന്ന് നമുക്കിവിടെ ബാക്കി വെച്ചുകൊണ്ട് ഒന്നിനെ അല്ലാഹു ഉയർത്തിയിരിക്കുകയാണ്. വതമസ്സകൂ ബിഹി, അതിനെ നിങ്ങൾ മുറുകെ പിടിച്ചോളൂ. അള്ളാന്റെ പരീക്ഷണങ്ങളിൽ നിന്നും കടുത്ത ആപത്തുകളിൽ നിന്നും നമുക്ക് രക്ഷ കിട്ടാനുള്ള, നമുക്ക് മോചനം കിട്ടാനുള്ള രണ്ട് വഴികളെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. അമ്മൽ മർഫൂ, ഉയർത്തപ്പെട്ടത് എന്താണ്? ഫറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ പ്രവാചകനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു ആ രണ്ട് മാർഗത്തിലൊന്ന്. മുത്തി നബി നിങ്ങളുടെ കൂടെ ഉണ്ടാവുക എന്നതായിരുന്നു. അത് അള്ളാഹു ഉയർത്തി. അതിൽ ബാക്കിയുള്ളത് ഇസ്തിഗ്ഫാറിനെ വർദ്ധിപ്പിക്കുക എന്നതാണ്. ഈ അപകടം കേട്ടപ്പോ എത്ര ആളുകൾ അവനവൻ ചെയ്തു പോയ തിന്മകളെ ആലോചിച്ചിട്ട് ഇസ്തിഗ്ഫാർ നടത്തി. എന്താല്ലേ വല്ലാത്തൊരു അവസ്ഥയായി. ഇതൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ ഓരോ വാചകങ്ങൾ അവസാനിപ്പിക്കുമ്പോഴും ഓരോ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോഴും അസ്തഗ്ഫിറുല്ലാഹ്, പടച്ചോനെ എനിക്ക് നീ പുറത്തു കൊണ്ടല്ല, എന്റെ ഭാഗത്തും മിസ്റ്റേക്ക് ഉണ്ട് റബ്ബേ, എന്റെ വാക്കിൽ അപകടമുണ്ട് റബ്ബേ, എന്റെ നോട്ടത്തിൽ അപകടമുണ്ട് റബ്ബേ, പടച്ചവനെ എന്റെ പെരുമാറ്റത്തിൽ അബദ്ധം സംഭവിച്ചിട്ടുണ്ട് നാഥാ, എന്റെ ക്രയവിക്രയങ്ങളിൽ അബദ്ധമുണ്ടായിട്ടുണ്ട് നാഥാ, എന്റെ ഇബാദാത്തുകളിൽ അശ്രദ്ധ വന്നിട്ടുണ്ട് റബ്ബേ, അസ്തഗ്ഫിറുല്ലാഹ് റബ്ബേ എനിക്ക് നീ പുറത്തു കൊണ്ടല്ല. എത്ര ആളുകൾ പറഞ്ഞു? അപകടത്തെ ചർച്ച ചെയ്തപ്പോ ഓരോ മയ്യത്തും ഇങ്ങനെ കിട്ടുന്നത് ടിവിയിൽ അതിന്റെ എണ്ണം ഇങ്ങനെ കാണിക്കുമ്പോ പടച്ചവനെ എനിക്ക് പുറത്തു കൊണ്ടാ എന്ന് പറയാൻ എത്ര പേർക്ക് സാധിച്ചു പ്രിയപ്പെട്ടവരെ? അപ്പൊ രണ്ട് മാർഗങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്നു. ഖുർആൻ തന്നെ ഈ വിഷയം പറയുന്നുണ്ട്. വമാ കാനല്ലാഹ്, നോക്കൂ അല്ലാഹു ഖുർആനിൽ പറയാ വമാ കാനല്ലാഹ്, അല്ലാഹു തആല ശിക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞിട്ട് പറയാ വമാ കാനല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം, ഓ നബിയേ താങ്കൾ അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കെ നാം അവരെ ശിക്ഷിക്കുകയില്ല. അതിന് തഫ്സീർ പറഞ്ഞാൽ എന്താ അറിയോ? ഒന്നിച്ചൊരു ശിക്ഷ മുത്തുനബിയുടെ ഉമ്മത്തിന് കൊടുക്കൂലാന്നാ. എന്താ അങ്ങനെ പറയാൻ കാരണം? നൂഹ് നബിയുടെ കാലത്ത് ശിക്ഷിച്ചത് ഒരാളെയും ബാക്കി വെക്കാതെയാണ്, ഒരൊറ്റ അവിശ്വാസിയെയും ബാക്കി വെക്കാതെ ശിക്ഷിച്ചു. ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമൂഹത്തെ ശിക്ഷിച്ചപ്പോ പിന്നെ അവിടെ അവിശ്വാസികൾ ആരുമില്ല, എല്ലാം ഒന്നിച്ചല്ല നശിപ്പിച്ചു കളഞ്ഞു. നൂഹ് നബിയുടെ കപ്പലിൽ കയറിയവർ മാത്രം പിന്നെ ലോകത്ത് ബാക്കിയായത്, വേറെ ഒറ്റ മനുഷ്യനുമില്ല. അതുകൊണ്ടാ മൃഗങ്ങളിൽ നിന്ന്, ചെടികളിൽ നിന്ന്, പക്ഷികളിൽ നിന്നൊക്കെ ജോഡി കയറ്റാൻ പറഞ്ഞത്. എല്ലാവരും നശിപ്പിച്ചു. അങ്ങനെ ഒന്നിച്ച് നശിപ്പിക്കുന്ന ഒരു രീതി ഇനി ഖിയാമത്ത് നാളാ. അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന് ഉണ്ടാവുകയില്ല എന്ന് അല്ലാഹു തആല പറയാ. അത് മുത്തുനബി ജീവിച്ചിരിക്കുന്ന 23 നബിയായി ജീവിച്ചിരിക്കുന്ന 23 വർഷക്കാലം ആ ഒരു നാടിനെ മുഴുവനും നശിപ്പിച്ചു കളയുന്ന ഒരു ദുരന്തം ആ നാട്ടിൽ ഉണ്ടായിട്ടേ ഇല്ല.